സൂറത്തുൽ ഫാത്തിഹയിലെ 6-ാമത്തെ ആയത്ത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇഹ്ദിന, ഈ ഒരു പദം നിങ്ങൾ പ്രത്യേകം കണക്കിലെടുക്കേണ്ടതാണ്. കാരണം ഹംസ ഹ, ആദ്യത്തത് ഹംസയാണ്, രണ്ടാമത്തത് ഹ ആണ്. മാത്രമല്ല ഹംസക്ക് കസറും ഹായിന് സുക്കൂനുമാണല്ലോ. അതിനാൽ ഒരല്പം പ്രയാസമുണ്ടായിരിക്കാം. പക്ഷേ നല്ല രൂപത്തിൽ നാം പരിശീലിച്ചു കഴിഞ്ഞാൽ സുന്ദരമായി നമുക്ക് ഉച്ചരിക്കാം. അത് എങ്ങനെയാണ്? ആദ്യം നാം എന്ന് ഉച്ചരിക്കുക, അതിനുശേഷം ഹ ഉച്ചരിക്കുക. ഇഹ്ദീന. ഇവിടെ പലരും ഓതാറുള്ളത് ദിന എന്നോതും, ഐനൊക്കെ പോലെ. ചിലർ ഇഹ്ദിന എന്നോതും, മറ്റു ചിലർ ഇഹ്ദിന എന്ന് ഹ ഇൽ കലക്കല കൊടുത്തുകൊണ്ടോതും. മറ്റു ചിലർ ഹ ഇല്ലാത്തതുപോലെ ഈദിന സിറാത്ത ഈദിന എന്നൊക്കെ ഓതും. ഹ ഇനെ യ ആയിട്ട് ഈദിന എന്നൊക്കെ ഓതും. ആ പാരായണങ്ങളൊന്നും ശരിയായ പാരായണമല്ല. സ്വഹിയായ രൂപത്തിൽ തന്നെ ഈ ആയത്ത് നാം ഓതി പഠിക്കണം, പരിശീലിക്കണം. അത് എങ്ങനെയാണ്? ഇഹ്ദിന സിറാത്ത, സ്വാദിന് കസ്റാണ്, ഇഹ്ദിന സ്വാദിന് ഷദ്ദുമുണ്ട്. അതുകൊണ്ട് പ്രത്യേകം സൂക്ഷിക്കണം. ഇഹ്ദിന സിറാത്ത. ഇവിടെ ത്വ ആണ്. ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെ ഓതാറുള്ളത് ത്വ ആയിട്ടാണ്. ത്വ അല്ല. മറ്റു ചിലർ ത ആയി ഓതാറുണ്ട്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. താഉമല്ല, പോ. അങ്ങനെ തന്നെ നാം ഉച്ചരിക്കണം. പോ. നാവിൻ്റെ തല മേലെ മുൻപല്ലിൻ്റെ മുരട് ആ ഭാഗമാണ്. അതോടൊപ്പം ത്വ ഉച്ചരിക്കുമ്പോൾ തഫ്ഹീം, തടിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് ത്വാഇനെ മൊഴിയേണ്ടത്. മറ്റൊന്ന് ത്വാ ഉച്ചരിക്കുമ്പോൾ ത്വാഇൽ ഇസ്തിഅല, ഇത്ബാഖ് എന്നീ 2 സിഫത്തുകളുണ്ട്. കൂടുതലൊന്നും തജ്വീദിൻ്റെ നിയമങ്ങൾ നമ്മുടെ ഈ ക്ലാസ്സിൽ പറയുന്നില്ല. കാരണം മഖ്റജുമായി ബന്ധപ്പെട്ട മഖ്റജ് പഠനം എന്ന ക്ലാസ്സിൽ ആ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റൊരു ക്ലാസ്സിൽ, വിശാലമായ മറ്റൊരു ക്ലാസ്സിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വളരെ വിവരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞതാണ്. അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. ത്വാ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇസ്തിഅല, ഇത്ബാഖ് എന്നീ 2 സിഫത്തുകൾ പ്രത്യേകം കണക്കിലെടുക്കണം. ഇസ്തിഅല എന്ന് പറഞ്ഞാൽ നാവിൻ്റെ അഖ്സ, അങ്ങേയറ്റം ഉയരുക. ഇത്ബാഖ് എന്ന് പറഞ്ഞാൽ നാവിൻ്റെ മധ്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം മേലെ അണ്ണാക്കോട് ചേരുക. ഈ 2 സിഫത്തുകളും, സിഫത്ത് എന്ന് പറഞ്ഞാൽ അവസ്ഥ, സ്വഭാവ വിശേഷണം, ത്വായിൻ്റെ ഈ 2 സിഫത്തുകൾ കൃത്യമായി പാലിക്കുമ്പോഴാണ് ഈ രൂപത്തിലുള്ള ഉച്ചാരണമായി മാറുന്നത്. മാത്രമല്ല അതോടുകൂടെ മുമ്പ് പറഞ്ഞതുപോലെ തഫ്ഹീം, തടിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ശബ്ദപ്രതിധ്വനി വായ നിറയെ ഉണ്ടാകുന്ന രൂപത്തിൽ ഈ രൂപത്തിൽ ഉച്ചരിക്കുമ്പോഴാണ് ശരിയായ രൂപത്തിലുള്ള ഈ ഒരു ആയത്തിൻ്റെ ഉച്ചാരണം, പാരായണം ആയി മാറുന്നത്. അത് എങ്ങനെയാണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. മുസ്തഖീം. ഇവിടെയുള്ള ഖാഫിൽ ചിലരൊക്കെ മുസ്തഖീം എന്ന ഖാഫിനെ അമിതമായി ശക്തമായി ഉച്ചരിക്കാറുണ്ട്. അങ്ങനെ വേണ്ടതില്ല. മുസ്തഖീം. ഇത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകം ഈ ആയത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം.